സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. ലോക കേരള സഭ 5ാം സമ്മേളനം ജനുവരി 29 മുതൽ. PV അൻവറിനെ ED അറസ്റ്റ് ചെയ്തു. തലായ് ലതീഷ് വധക്കേസ് RSS BJP പ്രവർത്തകർക്ക് ജീവപര്യന്തം. 1227 കോടി രൂപ കെട്ടിവെച്ചു. പിടിച്ചുവെച്ച MSC കപ്പൽ വിട്ടയച്ചു ഹൈക്കോടതി. ശബരിമല വിഷയം ഇനിയും ഉന്നയിക്കുന്നത് ബുദ്ധിശൂന്യത, രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കില്ലെന്ന് ചെന്നിത്തല. കൂടുതൽ സീറ്റുകളോടെ ജനം LDFനെ സ്വീകരിക്കും. ആത്മവിശ്വാസം വെറുതെയല്ല മുഖ്യമന്ത്രി. ED ഡെപ്യൂട്ടി ഡയറക്ടർ P രാധാകൃഷ്ണനെ സർവീസിൽ നിന്നും നീക്കി. പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗഡ്ലിന് അന്ത്യാഞ്ജലി. വിശദമായ വാർത്തകളിലേക്ക് പോകാം. ലോക കേരള സഭയുടെ 5ാം സമ്മേളനം ജനുവരി 29 മുതൽ. കേരള സംസ്ഥാനത്തെയും ആഗോള മലയാളി സമൂഹത്തെയും വ്യവസ്ഥാപിതമായ രീതിയിൽ ബന്ധിപ്പിക്കുന്നതിനായി 2018 രൂപീകരിച്ചതാണ് ലോക കേരള സഭ. സഭയുടെ 5ാം സമ്മേളനം ജനുവരി 29, 30, 31 തീയതികളിൽ നടക്കും. 29 വൈകുന്നേരം തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ പൊതുസമ്മേളനവും 30, 31 തീയതികളിൽ നിയമസഭയിലെ R ശങ്കരനാരായണൻ തമ്പി ഹാളിൽ പ്രതിനിധി സമ്മേളനവും നടക്കും. കേരള നിയമസഭയിലെ അംഗങ്ങൾക്കും കേരളത്തെ പ്രതിനിധീകരിക്കുന്ന പാർലമെൻറ്റ് അംഗങ്ങൾക്കുമൊപ്പം രാജ്യത്തിന് അകത്തും പുറത്തും വസിക്കുന്ന നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പ്രവാസി പ്രതിനിധികളും ചേരുന്നതാണ് സഭയുടെ അംഗബലം. വിദേശ രാജ്യങ്ങളിലും ഇതര ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും വസിക്കുന്ന ഇന്ത്യൻ പൗരത്വമുള്ള പ്രവാസികൾ, വിവിധ മേഖലകളിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വിശിഷ്ട വ്യക്തിത്വങ്ങൾ, OCI കാർഡ് ഉടമകൾ, പ്രവാസം അവസാനിപ്പിച്ചു തിരിച്ചെത്തിയവർ എന്നിവരുടെ സജീവ പങ്കാളിത്തം ഈ വേദിയെ വിശ്വ മലയാളികളുടെ ഒരു സമഗ്ര ജനാധിപത്യ സംഘമാക്കി മാറ്റും. 36 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ ഉൾക്കൊള്ളിച്ച് ആരംഭിച്ച ലോക കേരള സഭ 5ാം സമ്മേളനത്തിലെത്തുമ്പോൾ 125 രാജ്യങ്ങൾക്ക് അതിൻ്റെ പ്രാതിനിധ്യം വിപുലീകരിക്കാൻ സാധിച്ചു. ഈ വിപുലമായ ആഗോള സാന്നിധ്യം തന്നെയാണ് 5ാം സമ്മേളനത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. CPM നേതാവ് തലശ്ശേരി തലായിലെ K ലതീഷിനെ വെട്ടിക്കൊന്ന കേസിൽ പ്രതികളായ RSS BJP പ്രവർത്തകർക്ക് ജീവപര്യന്തം ശിക്ഷ. പ്രതികളായ 7 പേരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. 4 വകുപ്പുകളിലായി 35 വർഷം തടവ് ശിക്ഷ പ്രതികൾ അനുഭവിക്കണം. 1,40,000 രൂപ പിഴയും അടയ്ക്കണം. തലശ്ശേരി അഡീഷണൽ സെഷൻസ് ജഡ്ജി കോടതിയോടാണ് വിധി. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത RSS BJPക്കാരായ തലായ് പൊക്കായി ഹൗസിൽ P സുമിത്ത് 38, കൊമ്മൽവയൽ വിശ്വസനത്തിൽ KP പ്രജീഷ് ബാബു 46, തലായ് ബംഗാളി ഹൗസിൽ B നിതിൻ 37, പുലിക്കുൽ ഹൗസിൽ K സനൽ എന്ന ഇട്ടു 36, പാർലമെൻറ്റ് ഹൗസിൽ സ്മിജേഷ് എന്ന തടിക്കുട്ടൻ 42, കുനിൽ ഹൗസിൽ സജീഷ് എന്ന ജിഷു 37, പഴയമളത്തിൽ V ജയേഷ് 39 എന്നിവരെയാണ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി J വിമൽ ശിക്ഷിച്ചത്. മത്സ്യത്തൊഴിലാളി യൂണിയൻ നേതാവും CPM തിരുവങ്ങാട് ലോക്കൽ കമ്മിറ്റി അംഗവുമായ തലായിലെ K ലതീഷിനെ 2022 ഡിസംബർ 31 വൈകിട്ട് 5:30 ചക്കിത്ത് മുക്ക് കടപ്പുറത്ത് വെച്ചാണ് വെട്ടിക്കൊന്നത്. ആക്രമണത്തിൽ CPM പ്രവർത്തകൻ മോഹൻലാൽ എന്ന ലാലുവിനും ഗുരുതര പരിക്കേറ്റു. ബോംബേറിൽ പരിക്കേറ്റ സന്തോഷ്, സുരേഷ്, മജീദ് എന്നിവരും ചികിത്സയിലായിരുന്നു. 64 സാക്ഷികളിൽ 30 പേരെ വിസ്തരിച്ചു. ലതീഷിന്റെ അനുജൻ മഴയക്കാരന്റെ വിട കുഞ്ഞാൻ ഹൗസിൽ K സന്തോഷിന്റെ പരാതിയിലാണ് കേസെടുത്തത്. ചക്കിയത്തമുക്ക് ക്ലാസിക് മാർബിൾ കടക്ക് പിൻവശം കടപ്പുറത്ത് വെച്ച് പ്രതികൾ മാരകായുധവുമായി സംഘം ചേർന്ന് ലതീഷിനെ വെട്ടിക്കൊന്ന ശേഷം ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചെന്നായിരുന്നു പ്രോസിക്യൂഷൻ കേസ്. 1 മുതൽ 7 വരെ പ്രതികളെയാണ് കുറ്റക്കാരാണെന്ന് വിധിച്ചത്. ചക്കിയത്തമുക്ക് നാഷണൽ ഹൈവേ ഭാഗങ്ങളിൽ നിന്നും ആയുധങ്ങളുമായി എത്തിയ സംഘം ലതീഷിനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. സുമിത്താണ് ആദ്യം വാൾ വീശിയത്. പ്രജീഷ് കയ്യിലുണ്ടായിരുന്ന മഴ ഉപയോഗിച്ച് കഴുത്തിന് വെട്ടി. തിരയിൽ കമീൻ നടിച്ചു വീണ ലതീഷിനെ അജിത്തും സ്മിഷേറ്റും കയ്യിലുണ്ടായിരുന്ന വാളും മഴുവും ഉപയോഗിച്ച് കാലും ശരീരത്തിലും വെട്ടുകയും കുത്തുകയും ചെയ്തു. ബഹളം കേട്ട് തോണിക്കാരടക്കമുള്ളവർ ഓടിവരുന്നതിന്റെ ബോംബെറിഞ്ഞ് പ്രതികൾ രക്ഷപ്പെട്ടു. 9 മുതൽ 12 വരെ പ്രതികളായ തലായ് ബാലഗോപാല ക്ഷേത്രം സെക്രട്ടറി ഗോപാൽ നിവാസിൽ K സന്തോഷ് കുമാർ എന്ന ജുഗ്നു 51, B ശരത് 37, EK സനീഷ് എന്ന സനീഷ് ബാബു 48, BJP നേതാവും നഗരസഭാ മുൻ കൗൺസിലറുമായ കുന്നുപുറമ്പത്ത് അജേഷ് എന്നിവരെ വെറുതെ വിട്ടു. 8ാം പ്രതി തലായിലെ K അജിത് സംഭവശേഷം മരിച്ചു.
പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ PK വർഗീസ്, അഡ്വക്കേറ്റ് K സത്യൻ എന്നിവർ ഹാജരായി. വിഴിഞ്ഞം പുറംകടലിൽ MSC എൽസാം 3 കപ്പൽ അകപ്പെട്ടതിനെ തുടർന്ന് സർക്കാർ ആവശ്യപ്പെട്ട നഷ്ടപരിഹാര തുകയിൽ ഭാഗികമായ തുക കെട്ടിവെച്ചതോടെ കപ്പൽ ഹൈക്കോടതി വിട്ടയച്ചു. MSC അക്വിറ്റേഴ്സ് 2 എണ്ണക്കപ്പൽ വിട്ടയക്കാൻ കരുതൽ തുകയായി 1227.62 കോടി രൂപ കോടതിയിൽ നിക്ഷേപിച്ചതിനെ തുടർന്നാണ് ജസ്റ്റിസ് PG അജിത് കുമാറിൻ്റെ ഉത്തരവ്. കപ്പൽ അപകടത്തെ തുടർന്നുണ്ടായ പാരിസ്ഥിതിക ആഘാതങ്ങൾക്കും മറ്റ് നഷ്ടങ്ങൾക്കുമായി ഏകദേശം 9,500 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടിരുന്നത്. ഈ തുക ഈടാക്കുന്നതിൻ്റെ ഭാഗമായാണ് വിഴിഞ്ഞത്ത് എത്തിയ MSC അക്വിറ്റേറ്റ് സെക്കൻഡ് കപ്പൽ തടഞ്ഞുവെക്കാൻ ഹൈക്കോടതി അന്ന് ഉത്തരവിട്ടത്. തുടർന്ന് തുക സംബന്ധിച്ച തർക്കങ്ങൾ നിലനിന്നിരുന്നെങ്കിലും കപ്പൽ വിട്ടുകിട്ടുന്നതിനായി കമ്പനി ബാങ്ക് ഗ്യാരണ്ടി സമർപ്പിക്കാൻ തയ്യാറാവുകയായിരുന്നു. തുക കോടതിയിൽ ലഭ്യമായതോടെ കപ്പലിന് യാത്ര തുടരാൻ അനുമതി നൽകി. അന്താരാഷ്ട്ര കപ്പൽ കമ്പനിയായ MSCയുടെ മറ്റൊരു കപ്പലായ എൽസാം 3 തകർന്നതിനെ തുടർന്നുണ്ടായ ഭീമമായ നഷ്ടം ഈടാക്കുന്നതിൽ സർക്കാരിൻ്റെ ഉറച്ച നിലപാട് കോടതി അംഗീകരിക്കുകയായിരുന്നു. UDFിൻ്റെ നിലപാടുകളുടെ ഭാഗമായാണ് കേരളത്തിൽ വർഗീയ പ്രശ്നങ്ങൾ ആളിക്കത്തുന്ന നിലയുണ്ടായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വർഗീയ സംഘർഷങ്ങളെ നേരിടുന്നതിൽ കൃത്യതയാർന്ന നിലപാട് UDF സ്വീകരിച്ചിട്ടില്ല. വർഗീയ ശക്തികൾ കേരളം വിട്ടുപോയിട്ടില്ലെന്നുമില്ല. പക്ഷേ അവർക്ക് ഇപ്പോൾ അഴിഞ്ഞാടാൻ കഴിയുന്നില്ല. വർഗീയ ശക്തികൾ തലപ്പൊക്കാൻ ശ്രമം നടത്തിയാൽ കർശനമായ നടപടികളിലൂടെ നേടുന്നതാണ് ഇന്നത്തെ സർക്കാരിൻ്റെ രീതി. അതാണ് LDFും UDFും തമ്മിലെ വ്യത്യാസമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വർഗീയ കലാപങ്ങളില്ലാത്ത നാടാണ് ഇന്നത്തെ കേരളം. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായ ചിത്രം കേരളത്തിനുണ്ടായിരുന്നു. അതാണ് AK ബാലൻ ഓർമ്മിപ്പിച്ചത്. മാറാട് കലാപം നടന്നതിന് ശേഷം അന്നത്തെ മുഖ്യമന്ത്രി AK ആന്റണി സംഭവസ്ഥലം സന്ദർശിക്കാൻ പോകാനൊരുങ്ങിയപ്പോൾ RSS മുഖ്യമന്ത്രിക്ക് മുന്നിൽ നിബന്ധന വെച്ചു. ആന്റണിയുടെ കൂടെ PK കുഞ്ഞാലിക്കുട്ടി വരാൻ പാടില്ല എന്നായിരുന്നു RSSന്റെ ആവശ്യം. തുടർന്ന് കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ നിന്നും ആന്റണി കലാപ സ്ഥലത്തേക്ക് പോയപ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ കൂടെ കൂട്ടിയില്ല. എന്തിനാണ് കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി RSSന്റെ അനുവാദം വാങ്ങി നിലപാടെടുത്തത്? അന്ന് CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന താൻ അവിടെ പോയത് ഇതുപോലെ ആരുടെയും അനുമതി വാങ്ങിയിട്ടല്ല. അവിടെ പോയി ജനങ്ങളെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് തിരിച്ചു വരികയും ചെയ്തു. UDF വർഗീയതയെ എങ്ങനെ സമീപിക്കുന്നു എന്നതാണ് പ്രശ്നം. ഏത് വർഗീയതയായാലും നാടിന് ആപത്താണ്. കേരളത്തിന്റെ അനുഭവം ചൂണ്ടിക്കാണിക്കുന്നത് എങ്ങനെയാണ് ഭൂരിപക്ഷ വോട്ട് കേന്ദ്രീകരിക്കാനാകുക? അത് ന്യൂനപക്ഷവർ വർഗീയതവാദികളായ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രചരണമാണ്. വർഗീയതയെ പറയുമ്പോൾ അത് ഏതെങ്കിലും ജനവിഭാഗത്തിനെതിരെയല്ല. RSSനെതിരെ പറയുമ്പോൾ, ഹിന്ദുക്കളെയോ ജമാഅത്ത് ഇസ്ലാമിയോ SDPയോ എതിരെ പറയുമ്പോൾ മുസ്ലിങ്ങളെയോ ആണോ എതിർക്കുന്നത്? എല്ലാ മതവിഭാഗങ്ങളിലുമുള്ള മഹാഭൂരിപക്ഷവും മതനിരപേക്ഷ ചിന്താഗതിക്കാരനാണ്. മതനിരപേക്ഷത ശക്തിപ്പെടുത്തിയാലേ വർഗീയതയെ നേരിടാനാകൂ. അപരമത വിദ്വേഷ വളർത്തുന്നവരെ തുറന്നു കാണിക്കണം. നാട്ടിൽ മതനിരപേക്ഷതയും സമാധാനവും പുലരുക എന്നത് പ്രധാനമാണ്. വർഗീയത വെച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നവല്ല LDF. കോൺഗ്രസിന്റെ സിംല സമ്മേളനത്തിന് ശേഷം കേരളത്തിൽ തിരിച്ചെത്തിയ അന്നത്തെ മുഖ്യമന്ത്രി AK ആന്റണി പറഞ്ഞത് ജനങ്ങൾ ഓർക്കുന്നുണ്ട്. കേരളത്തിൽ ന്യൂനപക്ഷം സംഘടിത ശക്തി ഉപയോഗിച്ച് സർക്കാരിനോട് വിലപേശൽ നടത്തുന്നു എന്നാണ് ആന്റണി പറഞ്ഞത്. ഇങ്ങനെ ആന്റണി ഉന്നയിച്ചുകൊണ്ടാണ് ആന്റണി രാജിവെച്ചത്. മലബാറിൽ മുസ്ലിം ലീഗിന് കൂടുതൽ സീറ്റ് കൊടുക്കുന്നതിനെതിരെ നിലപാടെടുത്ത നേതാവാണ് CK ഗോവിന്ദൻ നായരെന്ന് അദ്ദേഹത്തിന്റെ അനുസ്മരണ പരിപാടിയിൽ പറഞ്ഞയാളാണ് അന്നത്തെ KPCC പ്രസിഡന്റ് ആയിരുന്ന രമേശ് ചെന്നിത്തല. CK ഗോവിന്ദൻ നായർ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണെന്ന് പിൽക്കാലത്ത് തെളിഞ്ഞതെന്നും അന്ന് ചെന്നിത്തല പറഞ്ഞു. വർഗീയ ശക്തികളുമായും സാമുദായിക സംഘടനകളുമായും ഒരു ലക്ഷ്മണരേഖ വേണമെന്ന CK ഗോവിന്ദൻ നായരുടെ പ്രസ്താവനയെ ഉയർത്തിപ്പിടിക്കുകയാണ് അന്ന് ചെന്നിത്തല ചെയ്തത്. അതേ ചെന്നിത്തലയാണ് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയെ UDFിൽ അണിനിരത്താൻ നേതൃത്വ സ്ഥാനത്തുള്ളത്. VD സതീശൻ, K മുരളീധരൻ, ആര്യാടൻ മുഹമ്മദ് ഇവരെല്ലാം മുൻപ് പറഞ്ഞതൊക്കെ പൊതുമണ്ഡലത്തിലുണ്ട്. UDF ഭരണകാലത്തെ 5ാം മന്ത്രി സംസ്ഥാനത്ത് ചൊല്ലിയുണ്ടായ വിവാദം ഏവർക്കും ഓർമ്മയുണ്ട്. 5ാം മന്ത്രി സ്ഥാനം അപകൗപ്തമായ തീരുമാനമാണെന്നും രാഷ്ട്രീയമായി ലാഭമാണോ നഷ്ടമാണോ ഉണ്ടാക്കിയതെന്ന് ലീഗ് നേതൃത്വം ചിന്തിക്കണമെന്നുമാണ് അന്ന് സതീശൻ പറഞ്ഞത്. ഈ വിഷയം വഷളാക്കി കേരളത്തിൽ ചേരിതിരിവ് ഉണ്ടാക്കുന്നതിന് പകരം ലീഗിന് ആഗ്രഹം കൊടുത്താൽ മതിയായിരുന്നുവെന്നും സതീശൻ പറഞ്ഞിരുന്നു. മലബാറിൽ പുതിയ 33 സ്കൂളുകൾ ആരംഭിക്കാൻ UDF സർക്കാർ തീരുമാനമെടുത്തപ്പോഴും സതീശൻ വിമർശിച്ചിരുന്നു. കേരളത്തിലെ സാമൂഹ്യ പശ്ചാത്തലം നോക്കി വേണം സ്കൂളുകൾ അനുവദിക്കേണ്ടതെന്നും
മലബാറിൽ അനുവദിച്ച സ്കൂളുകൾ ഭൂരിപക്ഷ സമുദായത്തിന്റെ കേന്ദ്രീകരണത്തിനിടയാകും. സതീശൻ പ്രസംഗിച്ചത് ഇങ്ങനെയാണ്. ഇതേ സതീശനാണ് ജമാഅത്ത് ഇസ്ലാമി ഇപ്പോൾ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നില്ലെന്നും പറഞ്ഞത്. തരാതരം പോലെ വർഗീയത കളിക്കുകയാ, അത് മൂടിവെക്കാൻ നല്ല പിള്ള ചമയുന്നവരുമാണ് കോൺഗ്രസ് നേതാക്കൾ. എന്നാൽ മതനിരപേക്ഷതയുടെ ഭാഗത്ത് ഉറച്ചുനിന്ന് ഏതു വർഗീയതയും എതിർക്കുന്ന സ്ഥായിയായ നിലപാടാണ് LDFിനെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് മെഷീനുകളുടെ 1ാം ഘട്ട പരിശോധന വിലയിരുത്തി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരീക്ഷകൻ. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെയും വിവിപാറ്റുകളുടെയും 1ാം ഘട്ട പരിശോധന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരീക്ഷകനായ സുരേഷ് ചന്ദ്ര വിലയിരുത്തി. കണ്ണൂർ താലൂക്ക് ഓഫീസ് കോമ്പൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന EVM വെയർഹൌസിലെത്തി മെഷീനുകളുടെ വൃത്തിയാക്കൽ മുതൽ ഓരോ ഘട്ടങ്ങളും പരിശോധിച്ച് വിലയിരുത്തി. തുടർന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെയും കണ്ട ശേഷമാണ് നിരീക്ഷകൻ മടക്കിയത്. രാജസ്ഥാൻ EVM നോഡൽ ഓഫീസറും തെരഞ്ഞെടുപ്പ് പ്രത്യേക ചുമതലയുമുള്ള സുരേഷ് ചന്ദ്ര കണ്ണൂർ, കാസർഗോഡ് ജില്ലകളുടെ നിരീക്ഷകനാണ്. EVM, VVPAT എന്നിവയുടെ 1ാം ഘട്ട പരിശോധന, ഗുണനിലവാര പരിശോധന, അവയുടെ സംരക്ഷണം എന്നിവ വിലയിരുത്തുകയാണ് ചുമതല. ഭാരത് ഇലക്ട്രോണിക്സിന്റെ 9 എഞ്ചിനീയർമാരാണ് VVPATന്റെ 1ാം ഘട്ട പരിശോധന നടത്തുന്നത്. ജില്ലയിൽ ആകെ 3170 കൺട്രോൾ യൂണിറ്റുകൾ, 3728 ബാലറ്റ് യൂണിറ്റുകൾ, 3417 VVPATകളുമാണ് 1ാം ഘട്ടത്തിൽ പരിശോധിക്കുന്നത്. ജനുവരി 20-നകം പരിശോധന പൂർത്തീകരിക്കും. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ പ്രതിനിധീകരിച്ച് R രമേശൻ, K വത്സൻ, K നസീർ, ജോൺസൺ, P തോമസ്, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ KK ബിന്നി, ഇലക്ഷൻ വിഭാഗം സൂപ്രണ്ട് P സുനിൽകുമാർ എന്നിവരും മറ്റുദ്യോഗസ്ഥരും പങ്കെടുത്തു. കഴിഞ്ഞ 10 വർഷത്തെ അനുഭവം വിലയിരുത്തുമ്പോൾ കൂടുതൽ സീറ്റുകളുടെ ജനങ്ങൾ LDFനെ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും ഉൾപ്പെടെ കേരളത്തിന്റെ ഓരോ രംഗത്തും അത്ഭുതമായ മാറ്റമാണ് ഉണ്ടായതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു ജനറൽ ആശുപത്രി ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്താൻ കഴിയുന്ന നിലയിലേക്ക് മാറി എന്നതാണ് കേരളത്തിന്റെ LDF കാലത്തെ വളർച്ച. അഴിമതി ഏറ്റവും കുറഞ്ഞ നാട് എന്ന പ്രത്യേകത നമ്മുടെ നാടിനുണ്ട്. രാജ്യത്ത് വ്യാപകമായി അഴിമതിയുള്ള കാലഘട്ടത്തിൽ ഏറ്റവും കുറവ് അഴിമതി നടക്കുന്ന നാടാണ് കേരളം എന്ന ഔദ്യോഗികമായ കണക്കുകൾ തന്നെയുണ്ട്. കേരളത്തിൽ ഏതെങ്കിലും പോസ്റ്റിൽ ആരെയെങ്കിലും നിയമിക്കുന്നതിന് ഇന്നത്തെ കാലത്ത് കൈക്കൂലി കൊടുക്കണോ? ഇത് ഈ കാലത്തിന്റെ പ്രത്യേകതയാണ്. പഴയ കാലത്ത് ഇതല്ല സ്ഥിതി. ഇത് കാലത്തിന്റെ മാത്രം മാറ്റമല്ല, അതിന് LDFന്റേതായ പങ്കുണ്ട്. LDF സ്വീകരിച്ച നയമാണ് ആ മാറ്റത്തിനു കാരണം. തെരഞ്ഞെടുപ്പിൽ നല്ല ആത്മവിശ്വാസത്തിന് മതിയായ കാരണങ്ങളുണ്ട്. കൂടുതൽ സീറ്റുകളുടെ ജനങ്ങൾ LDFനെ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ പൊതുവായ കാര്യങ്ങൾ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതിൽ നാടിന്റെ അനുഭവം വെച്ചാണ് ജനങ്ങൾ വിധിയെഴുതുക. കഴിഞ്ഞ 10 വർഷക്കാലത്തെ അനുഭവം വിലയിരുത്തുമ്പോൾ അതിനു മുൻപുള്ള അവസ്ഥ ജനങ്ങൾ താരതമ്യം ചെയ്യും. കേരളം ഇന്ന് ലോകോത്തര നിലവാരത്തിലേക്കാണ് എത്തുന്നത്. ശിശുമരണ നിരക്ക് ലോകത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കാണ് കേരളത്തിലുള്ളത്. ഈ കാര്യത്തിൽ അമേരിക്കയിൽ മുന്നിലാണ് കേരളം. അതുപോലെ തന്നെയാണ് മാതൃമരണ നിരക്ക്. രാജ്യത്തിന്റെ 1ാം സ്ഥാനത്താണ് പല കാര്യങ്ങളിലും കേരളം. ലോകം തന്നെ ശ്രദ്ധിക്കുന്ന നാടായി മാറി. ഒട്ടേറെ സ്കൂളുകൾ അടച്ചുപൂട്ടാൻ നിൽക്കുമ്പോഴാണ് LDF അധികാരത്തിലെത്തിയത്. ആ വിദ്യാഭ്യാസ രംഗമാണ് ഇപ്പോൾ ഫലപ്രദമായി മുന്നേറുന്നത്. ജൂൺ 1-ന് സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളുടെ കയ്യിൽ പാഠപുസ്തകമുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും അടിസ്ഥാനമായ ഒരു ഉദാഹരണം. തെരഞ്ഞെടുപ്പിൽ ആളുകളുടെ അനുഭവത്തിലുള്ള മാറ്റങ്ങളുടെ ഭാഗമായി സംസ്ഥാനം എങ്ങനെ പോകണമെന്ന് ജനങ്ങൾ തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൈക്കൂലി ആരോപണങ്ങൾ നേരിട്ട എൻഫോഴ്സ്മെന്റ് ഡെപ്യൂട്ടി ഡയറക്ടർ P രാധാകൃഷ്ണനെ സർവീസിൽ നിന്ന് നീക്കി. മുമ്പ് കൊച്ചിയിൽ സ്വർണ്ണക്കടത്ത് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു. നിരവധി അഴിമതി ആരോപണങ്ങൾ ഉള്ളതിനെ തുടർന്നാണ് ED തന്നെ അതിൻ്റെ ഡയറക്ടറെ രാധാകൃഷ്ണനെ ചെന്നൈയിലേക്കും പിന്നീട് ശ്രീനഗറിലേക്കും സ്ഥലം മാറ്റിയിരുന്നു. നിലവിൽ ശ്രീനഗറിൽ ഡെപ്യൂട്ടി ഡയറക്ടറായി പ്രവർത്തിച്ചു വരികയാണ്. ധനമന്ത്രാലയത്തിൻ്റെ നിർണായക നടപടി. രാധാകൃഷ്ണനെതിരെയുള്ള പരാതികളിൽ ED നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ വസ്തുതയുണ്ടെന്ന് കണ്ടെത്തിയെ തുടർന്നാണ് അദ്ദേഹത്തോട് നിർബന്ധിത വിരമിക്കലിന് മന്ത്രാലയം ഉത്തരവിടുകയായിരുന്നു. കൊച്ചിയിലെ ചില ED ഉദ്യോഗസ്ഥർ കൈക്കൂലി ഇടപാടുകൾ ഉൾപ്പെട്ടതായി വിജിലൻസ് നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതേ തുടർന്ന് ഒരു അസിസ്റ്റന്റ് ED ഉദ്യോഗസ്ഥനെതിരെ നിയമ നടപടികൾ ആരംഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഉന്നത ഉദ്യോഗസ്ഥനായ P രാധാകൃഷ്ണനെതിരെയും കർശന നടപടി ഉണ്ടായിരിക്കുന്നത്.
3 ദിവസം മുമ്പാണ് ധനമന്ത്രാലയം ഇത് സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവ് പുറപ്പെടുവിച്ചത്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് കോഴിക്കോട് കണ്ണൂർ റൂട്ടിൽ ട്രാക്ക് അറ്റകുറ്റപ്പണി, ട്രെയിൻ സർവീസുകൾ നിയന്ത്രണം. കോഴിക്കോട് കണ്ണൂർ റൂട്ടിൽ ട്രാക്ക് അറ്റകുറ്റപ്പണികൾ നടക്കുന്നത് കാരണം ചില ട്രെയിൻ സർവീസുകളിൽ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തി. ജനുവരി 7, 14, 21, 28, ഫെബ്രുവരി 4 എന്നീ തീയതികളിലാണ് പ്രധാനമായും മാറ്റങ്ങൾ വരുത്തിയത്. ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് 16-307 നിശ്ചിത തീയതികളിൽ ആലപ്പുഴയിൽ നിന്നും ഈ ട്രെയിനിൽ കോഴിക്കോട് യാത്ര അവസാനിപ്പിക്കും. തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദി 12-081 ഈ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് നിന്നും സർവീസ് കോഴിക്കോട് വരെ മാത്രം ഉണ്ടായിരിക്കുകയുള്ളൂ. കോഴിക്കോടിനും കണ്ണൂരിനുമിടയിൽ ഈ ട്രെയിൻ സർവീസ് നടത്തില്ല. കണ്ണൂർ ഭാഗത്തേക്ക് പോകേണ്ട യാത്രക്കാർക്കായി പുലർച്ചെ 12:10 ഒക്ക വീക്ക്ലി എക്സ്പ്രസ് കോഴിക്കോട് നിന്നും ലഭ്യമായിരിക്കും. അതേസമയം ട്രാക്ക് അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നതിനാൽ തിരുവനന്തപുരം നിസാമുദ്ദീൻ എക്സ്പ്രസ് 22-633 വൈകാൻ സാധ്യതയുണ്ട്. കോഴിക്കോട് യാത്ര അവസാനിപ്പിക്കുന്ന ജനശതാബ്ദി എക്സ്പ്രസിന്റെ കോച്ചുകൾ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായ ശേഷം കണ്ണൂരിലേക്ക് കൊണ്ടുപോകും. അടുത്ത ദിവസം രാവിലെ കണ്ണൂരിൽ നിന്നും നിശ്ചിത സമയത്ത് തന്നെ സർവീസ് പുനരാരംഭിക്കുമെന്നും ഈ ക്രമീകരണം. ക്വാണ്ടം സയൻസ് പ്രദർശനത്തോട് അനുബന്ധിച്ച് കണ്ണൂർ കൃഷ്ണമേനോൻ വനിതാ കോളേജിൽ 5 ദിവസം നീണ്ടു നിൽക്കുന്ന സായാഹ്ന ശാസ്ത്ര സംവാദ പരിപാടി 13 മുതൽ നടക്കും. ജനുവരി 13 വൈകിട്ട് 4 മണിക്ക് പശ്ചിമഘട്ടത്തിൻ്റെ പാരിസ്ഥിതിക പ്രാധാന്യവും ഡോക്ടർ മാധവ ഗാർഗലിൻ്റെ ഓർമ്മകളുടെ എന്ന വിഷയത്തിൽ ടി ഗംഗാധരൻ പ്രഭാഷണം നടത്തും. 14 കാലാവസ്ഥാ മാറ്റവും കേരളവും എന്ന വിഷയത്തിൽ ടി.വി. നാരായണൻ പ്രഭാഷണം നടത്തും. 15 ഗാസയിലെ യുദ്ധക്കെടുതികൾ എന്ന വിഷയത്തിൽ ഡോക്ടർ എസ് സന്തോഷും 16 പരിണാമ സിദ്ധാന്തത്തിന് തെളിവുണ്ടോ എന്ന വിഷയത്തിൽ ഡോക്ടർ പി.ആർ. സ്വരനും പ്രഭാഷണം നടത്തും. 17 ജ്യോതിഷത്തിലെ ശാസ്ത്രവും വിശ്വാസവും എന്ന വിഷയത്തിൽ ടി.കെ. ദേവരാജനും പ്രഭാഷണം നടത്തും. ക്വാണ്ടം സെഞ്ചുറി സയൻസ് എക്സിബിഷൻ ജനുവരി 12 മുതൽ 17 വരെയാണ് കൃഷ്ണമേനോൻ വനിതാ കോളേജിൽ നടക്കുന്നത്. സോളാർ തൂക്കുവേലി സംയുക്ത പരിശോധന നടത്തി. ആറളഫം കോട്ടപ്പാറ മുതൽ പൊക്കുന്ത് വരെ 3.5 കിലോമീറ്റർ ദൂരത്തിൽ സോളാർ തൂക്കുവേലി നിർമ്മാണത്തിനായി അലൈൻമെൻറ്റ് ക്രമീകരിക്കുന്നതിന് സംയുക്ത സ്ഥല പരിശോധന നടത്തി. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം വനം വകുപ്പാണ് പദ്ധതിക്ക് ധനസഹായം നൽകുന്നത്. ആറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി. ശോഭ, വൈസ് പ്രസിഡന്റ് ജിമ്മി അന്തിരാട്ട്, ആർഎഫ്മാരായ എം. ഷൈനികുമാർ, വി. ആർ. ഷാജിഷ്, ജെ.എച്ച്. ജാബിർ, കെ.വി. നബിലേഷ്, ആറളം ഫാം എം.ഡി. ആനാട്ട് ഡി എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇനിയും ശബരിമല സ്വർണ്ണ മോഷണ കേസ് ഉന്നയിക്കുന്നത് പ്രസക്തമല്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. വയനാട്ടിൽ നടന്ന കോൺഗ്രസിൻ്റെ നേതൃയോഗത്തിലാണ് ചെന്നിത്തലയുടെ പരാമർശം. ശബരിമല വിഷയം ഉന്നയിക്കുന്നതുകൊണ്ട് UDF-ന് കാര്യമായ നേട്ടങ്ങളെന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് ചെന്നിത്തല സംശയം പ്രകടിപ്പിച്ചു. രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി മാത്രം ഒരേ വിഷയത്തിൽ കടിച്ചു തൂങ്ങി കിടക്കുന്നതിന് എതിരെ UDF ഘടകകക്ഷികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണക്കൊള്ള പ്രധാന പ്രചാരണ ആയുധമാക്കിയിരുന്നെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിൽ ഈ വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ UDF-നും കോൺഗ്രസിനും ആശങ്ക വർദ്ധിച്ചു വരികയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിരവധി ഇടങ്ങളിൽ UDF വിജയം നേടാൻ കഴിഞ്ഞെങ്കിലും ശബരിമലയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ മുന്നണിക്ക് കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. വോട്ടർമാരുടെ അഭിപ്രായങ്ങൾ നേരിട്ടറിയാനും വീഴ്ചകൾ തിരുത്താനുമായി CPM ഭവന സന്ദർശനം നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന് നേട്ടമുണ്ടായില്ലെങ്കിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷം തരംഗം സൃഷ്ടിച്ചു. 2021 സംഭവിച്ചതുപോലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഭരണാനുകൂല തരംഗമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കോൺഗ്രസ് ഭയപ്പെടുന്നു. ഇത് കണക്കിലെടുത്താണ് LDF-നെതിരെ ശബരിമല പ്രചാരണം തുടരുന്നതിനെതിരെ ചെന്നിത്തലയുടെ പരാമർശം. ശബരിമല വിഷയത്തിൽ അമിതമായി ആശ്രയിക്കുന്നത് ബുദ്ധിശൂന്യതയാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗലിനെ ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി. പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതി അധ്യക്ഷനും പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനുമായ പ്രൊഫസർ മാധവ ഗാഡ്ഗലിനെ അന്ത്യാഞ്ജലി. ബുധനാഴ്ച രാത്രി പൂനെയിലാണ് അദ്ദേഹം അന്തരിച്ചത്. 83 വയസ്സായിരുന്നു. ദീർഘനാളായി അസുഖബാധിതനായിരുന്നു. പൂനെയിലെ
പ്രയാഗ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. കുടുംബമാണ് മരണവിവരം സ്ഥിരീകരിച്ചത്. ഇന്ന് വൈകിട്ട് സംസ്കരിച്ചു. ഇന്ത്യയിലെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ശാസ്ത്രീയവും പ്രായോഗികവുമായ അടിത്തറ പാകിയ വ്യക്തിത്വമാണ് മാധവ് ഗാഡ്ഗിൽ. പശ്ചിമഘട്ട മേഖലയിലെ അനിയന്ത്രിതമായ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ വലിയ വിനാശങ്ങൾക്ക് കാരണമാകുമെന്ന് അദ്ദേഹം മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകിയിരുന്നു. 2011 പശ്ചിമഘട്ട മലനിരകളെക്കുറിച്ച് വിശദ പഠനം നടത്തി ഗാഡ്ഗിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. പൂനെ സർവകലാശാലയിൽ നിന്നും മുംബൈയിൽ നിന്നും ജീവശാസ്ത്രത്തിൽ ഉപരിപഠനം പൂർത്തിയാക്കിയ മാധവ് ഗാഡ്ഗിൽ തുടർന്ന് ഹാർവാർഡ് സർവകലാശാലയിൽ നിന്ന് ഗണിത പരിസ്ഥിതി ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കി. ഹാർവാർഡിലെ പഠനകാലത്ത് അദ്ദേഹം IBM ഫെലോ ആയി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. കൂടാതെ അവിടെ അപ്ലൈഡ് മാത്തമാറ്റിക്സിൽ റിസർച്ച് ഫെലോയായും ജീവശാസ്ത്ര വിഭാഗത്തിൽ അധ്യാപകനായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1973 മുതൽ 2004 വരെ ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ അധ്യാപകനായിരുന്നു. സ്റ്റാൻഫോർഡിലും ബർക്സിലെ കാലിഫോർണിയ സർവകലാശാലയിലും വിസിറ്റിംഗ് പ്രൊഫസർ ആയിരുന്നു. 2002 ഇന്ത്യയുടെ ജൈവവിവിധ നിയമത്തിന് രൂപം നൽകിയ വിദഗ്ധ സമിതിയിലെ അംഗമായിരുന്നു ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ. 1986 മുതൽ 1990 വരെയുള്ള കാലയളവിൽ പ്രധാനമന്ത്രിയുടെ ശാസ്ത്രകാര്യ ഉപദേശക സമിതി അംഗമായും 98 മുതൽ 2002 വരെ അന്താരാഷ്ട്ര ശാസ്ത്ര സാങ്കേതിക ഉപദേശക സമിതി അധ്യക്ഷനായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസ്, ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമി, തേർഡ് വേൾഡ് അക്കാദമി ഓഫ് സയൻസസ് എന്നിവയിൽ ഫെല്ലോ ആയ അദ്ദേഹം അമേരിക്കൻ ദേശീയ ശാസ്ത്ര അക്കാദമിയുടെ വിദേശ അസോസിയേറ്ററായും ബ്രിട്ടീഷ് അമേരിക്കൻ പാരിസ്ഥിതിക സൊസൈറ്റികളിൽ വിശിഷ്ട അംഗമായും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. പത്മശ്രീ, പത്മഭൂഷൺ പുരസ്കാരങ്ങൾ നൽകി രാജ്യം മാധവ് ഗാഡ്ഗിലിനെ ആദരിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഭാരവാഹികളെ അനുമോദിച്ചു. ജില്ലാ സാക്ഷരതാ മിഷൻ്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ പഞ്ചായത്ത് ഭാരവാഹികൾക്ക് സ്വീകരണവും പദ്ധതി വിശദീകരണ ശില്പശാലയും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. സാക്ഷരതാ മിഷൻ നേതൃത്വത്തിൽ 10ാമത് ഡിജിറ്റൽ സാക്ഷരത, ബ്രെയിൽ ലിപി പരിശീലനം തുടങ്ങി നിരവധി ശ്രദ്ധേയമായ പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നും സമ്പൂർണ്ണ സാക്ഷരതയിൽ നിന്നും പരിപൂർണ സാക്ഷരതയിലേക്കുള്ള പ്രയാണത്തിനാണ് ഇനി നേതൃത്വം കൊടുക്കേണ്ടതെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, വൈസ് പ്രസിഡന്റ് ടി ഷബ്ന എന്നിവർ സാക്ഷരതാ മിഷൻ്റെ ആദരം ഏറ്റുവാങ്ങി. സാക്ഷരതാ മിഷൻ പ്രേരകരായി പ്രവർത്തിച്ചിരുന്ന അവരിൽ ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ട രജനി മോഹൻ, പി പ്രസന്ന, മിനിമോ, അജിത എന്നിവരെയും ആദരിച്ചു. തുടർന്ന് സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയും സംയുക്തമായി നടപ്പിലാക്കി വരുന്ന ഡിപ്ലോമ കോഴ്സുകൾ, സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ എന്നിവയെക്കുറിച്ചും മറ്റ് പദ്ധതി വിശദീകരണങ്ങളും ശില്പശാലയിൽ അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഷബ്ന അധ്യക്ഷയായി. LSTD ജില്ലാ ജോയിൻറ്റ് ഡയറക്ടർ TJ അയോൺ മുഖ്യ അതിഥിയായി. ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി PM ധനേഷ്, ജില്ലാ സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഷാജു ജോൺ, VRV ഏഴം, P ശശിധരൻ, ഗംഗാധര മാസ്റ്റർ, അസിസ്റ്റന്റ് കോർഡിനേറ്റർ TV ശ്രീജൻ, സാക്ഷരതാ മിഷൻ പ്രേരകുമാർ എന്നിവർ പങ്കെടുത്തു. സപ്ലൈകോ സിഗ്നേച്ചർ മാർട്ട് ശനിയാഴ്ച മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്യും. സപ്ലൈകോയുടെ ആദ്യ സിഗ്നേച്ചർ മാർട്ട് തലശ്ശേരിയിൽ ശനിയാഴ്ച വൈകിട്ട് 3-ന് ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്യും. തലശ്ശേരിയിലെ സപ്ലൈകോ ഹൈപ്പർ മാർക്കറ്റാണ് ആധുനിക രീതിയിലുള്ള ഷോപ്പിംഗ് സൗകര്യമുള്ള സിഗ്നേച്ചർ മാർട്ടായി ഉയർത്തുന്നത്. നിത്യ ഉപയോഗ സാധനങ്ങൾ വിലക്കുറവിൽ സിഗ്നേച്ചർ മാർട്ടിൽ ലഭ്യമാണ്. തലശ്ശേരി നഗരസഭ ചെയർമാൻ കാലായി ചന്ദ്രശേഖരൻ അധ്യക്ഷനായിരിക്കും. വൈസ് ചെയർപേഴ്സൺ V സതി ആദ്യ വിൽപ്പന നടത്തും. സപ്ലൈകോ മാനേജിംഗ് ഡയറക്ടർ ജയകൃഷ്ണൻ VM, നഗരസഭ കൗൺസിലർ നൂറ ടീച്ചർ, സപ്ലൈകോ കോഴിക്കോട് മേഖലാ മാനേജർ ഷെൽജി ജോർ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.